ഹലോ, വെൽക്കം ടു റിട്ടേൺ ഓഫ് ദ മാൻഹോസ് അറ്റ് മാൻവ. നീ പറഞ്ഞത് ശരി തന്നെ. ഇനി ഞാൻ അടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. ഉടൻ തന്നെ നമ്മുടെ ഡിസിപ്പിള് തയ്യാറാകുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ സദേം എച്ച് സെറ്റിലെ സോംബയാഗ്ലി മോൺഹോ സെറ്റിലെ ചൂമിന്റെ ഒപ്പം ഫൈറ്റ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. വെയിറ്റ് ഒരു മിനിറ്റ്. ഇപ്പൊ എന്താ? ഞാൻ നിന്നോടല്ല പറഞ്ഞേ, ആ പുറകെ നിൽക്കുന്നവരടുത്ത്. ഞാനോ? അതെ, നിന്റെ വാൾ എനിക്ക് ഒന്ന് കടം തരുമോ? ഇത് കണ്ട് നമ്മളെ രണ്ട് ഡിസിപ്പിൾസും ഞെട്ടിപ്പോയി. എന്ത്? അവനെ വാള് കൊടുക്കണം എന്നോ? ഇത് ഒരു പ്രമുഖ സെറ്റിലെ ഡിസിപ്പിള് പറയേണ്ട കാര്യമാണോ? സോഴ്സ്മാൻ സെറ്റിലെ ഏറ്റവും ആദ്യം പഠിക്കുന്നത് ഒരു വാൾ ഒരിക്കലും മറ്റൊരാൾക്ക് കൊടുക്കരുതെന്നാണ്. അതൊരു സോഴ്സ്മാന്റെ ജീവനാണ്. എന്നിട്ടും അവൻ ഇങ്ങനെ ചോദിക്കുന്നു. എന്നിട്ട് സോംബയാഗ്ലി ചോദിക്കുന്നു, മോൺഹോ സെറ്റിലെ ഡിസിപ്പിള് സ്വന്തം വാൾ പോലും കൊണ്ടുവരുന്നില്ലേ? MC പറയാ, ഞാൻ ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾക്ക് വരാൻ പറ്റുന്നെങ്കിൽ കുഴപ്പമില്ല, ഞാനിവിടെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന നോക്കിയോളാം. ഈ മോൺഹോ സെറ്റ് ശരിക്കും അവനെ കൊടുക്ക. സാഹിബ്, അല്ലെങ്കിൽ സാധാരണ സെറ്റിലെ ഡിസിപ്പിൾസ് വാൾ പോലും ഇല്ലാത്ത മോൺഹോ സെറ്റിലെ ഡിസിപ്പിൾസിനെ തട്ടം ചെയ്തു എന്ന് പറഞ്ഞു നടക്കണോ? എന്നിട്ട് ആ സോഡാണെങ്കിൽ MC കൊടുക്കുന്നു. ഓ താങ്ക്സ്. അപ്പം തുടങ്ങിയാലോ? നീ വാൾ ഉറയിൽ നിന്ന് ഊരുന്നില്ലേ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ പോവല്ലോ, അപ്പം അതിന്റെ ആവശ്യമില്ല. നിനക്ക് വേണമെങ്കിൽ ഒരിക്കോ. എന്നിട്ട് സോംബയാഗ്ലി മനസ്സിൽ പറയുകയാണ്, ഇത് വലിയ കുഴപ്പമാണ്. ഇവനോട് സംസാരിക്കുമ്പോൾ ഇതുവരെ ഞാൻ ചെയ്ത മെന്റൽ കൾട്ടിവേഷൻ ഉപകരിക്കുന്നില്ല എന്ന് തോന്നുന്നു. എന്റെ പ്ലാൻ അവനെ ഒന്ന് പേടിപ്പിച്ച് ഓടിപ്പിക്കാമെന്നായിരുന്നു. പക്ഷെ ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല. നീ നിന്റെ ഗാർഡ് ഡൗൺ ചെയ്യരുത്. ഞാൻ മേഴ്സി കാണിക്കുന്നില്ല എന്ന് നീക്ക് മനസ്സിലാവുന്ന ആ നിമിഷം അത് വളരെ വൈകിപ്പോയിരിക്കും. അതെ, ഇത് പെട്ടെന്ന് തന്നെ തീർക്കാം, എനിക്ക് ഒട്ടും സമയമില്ല. എന്നിട്ട് സോംബയാഗ്ലി ആണെങ്കിലും അങ്ങോട്ടേക്ക് റഷ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. പക്ഷെ MC ആണെങ്കിലും ഒറ്റ മൂവിൽ അത് ബ്ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് MCയുടെ മുഖത്താണെങ്കിലും ഒരു കൺഫ്യൂഷൻ. എന്നിട്ട് സോംബയാഗ്ലി വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. ആ മൂവും നമ്മുടെ MC ആണെങ്കിൽ അതെല്ലാം ബ്ലോക്ക് ചെയ്യുന്നു. പക്ഷേ MC അപ്പോഴും ഞെട്ടിയിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടു നിന്നത് മറ്റൊരു ഡിസിപ്പിള് സാഹ്യുൻ വളരെ ദേഷ്യത്തിലാണ്. അദ്ദേഹത്തിന് ഇത് പെട്ടെന്ന് തീർക്കണമെന്നില്ല. പുള്ളിനെ ശരിക്കും ദേഷ്യപ്പെടുത്തി ആ കുട്ടി. സാഹ്യുന് വേണമെങ്കിൽ ഇത് പെട്ടെന്ന് തീർക്കാം, പക്ഷെ അങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ പറയും ഒരു കുട്ടീനെ ഇവൻ ഉപദ്രവിച്ചു എന്ന്. അതുകൊണ്ട് സാഹ്യുൻ കുറച്ച് മാത്രം പവറാണ് യൂസ് ചെയ്യുന്നത്. അഹങ്കാരിയായ ചെക്കന് ഇതൊരു വലിയ പാഠം തന്നെയാണ്. സാഹ്യൻ എന്തായാലും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് സോംബയാഗ്ലി വീണ്ടും അവൻ എന്റെ അറ്റാക്ക് വീണ്ടും ഡിഫ്ലക്ട് ചെയ്യണം. ഞാൻ ഇപ്പൊ ഓർക്കുന്നു, ഇതിന് മുമ്പത്തെ അറ്റാക്ക് ഏതാണ്ട് നേരത്തെ തന്നെ മനസ്സിലാക്കിയ പോലെയാണ് അവൻ അത് ബ്ലോക്ക് ചെയ്തത്. അവൻ എന്റെ റൈറ്റ് പാത്ത് റീഡ് ചെയ്യണോ? മൈൻഡ് റീഡ് ചെയ്യാതെ ഇത് സാധ്യമാണോ? ഒരു ചെറിയ ചെക്കനാന്ന് ഓർത്ത് ഞാൻ അവനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്താലും എന്റെ സഹോദരന്റെ പ്രായമുള്ളവന് അങ്ങനെ ഒരു കുട്ടിക്ക് ഇതൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ സോംബയാഗ്ലി വീണ്ടും എൻസിനെ അറ്റാക്ക് ചെയ്യുന്നു. നിനക്ക് ഇതും ഡിഫ്ലക്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. പക്ഷേ അതും ഒറ്റ മൂവി തന്നെ നമ്മുടെ MC ആണ് ഡിഫ്ലക്ട് ചെയ്തത്. അവൻ എന്റെ എല്ലാ സ്ട്രൈക്കും ഡിഫ്ലക്ട് ചെയ്യാണ്. എന്റെ ടാലന്റ് സ്വാധീനിച്ചിട്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ആണ്. എന്നിട്ടും ദേഷ്യം കയറിയ സോംബയാഗ്ലി ആണെങ്കിൽ ഇത് ഒരിക്കലും സംഭവിക്കില്ല. എന്നിട്ട് QA ഉപയോഗിക്കുന്നു. ഈ ബ്ലേഡ് ലോകത്തെ തന്നെ മുറിക്കാൻ പറ്റും. ഇതും പറഞ്ഞ 36 മൂവ്മെന്റ് വേൾഡ് സോർട്ട് ടെക്നിക് 1 വേൾഡ് ഫോർ ആൾ നമ്മുടെ MCനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. അപ്പോഴാണ് നമ്മുടെ സോംബയാഗ്ലിക്കാണ് ബോധം വെച്ചത്. പുള്ളിയാണെങ്കിൽ നമ്മുടെ MCനെ അറ്റാക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ടാണെങ്കിൽ ആ ടെക്നിക്കാണ് സ്റ്റോപ്പ് ചെയ്തത്. ഞാൻ എന്റെ സകല ശക്തിയും ഇപ്പോൾ ഉപയോഗിച്ചേനെ. പക്ഷെ പെട്ടെന്നാണ് നമ്മുടെ MC ആണ് അങ്ങോട്ടേക്ക് തെറിച്ചു പോകുന്നു. എന്നിട്ട് അവിടുത്തെ ഒരു ഭിത്തിയെ തട്ടി നമ്മുടെ MC ഇഞ്ചർ ആവുന്നു. ഇത് കണ്ട് ഞെട്ടി രണ്ട് ഡിസിപ്പിൾസും, നിങ്ങൾ എന്താ കുട്ടിയെ ചെയ്ത്? അല്ല, ഞാൻ ആ ഡിസിപ്പിൾ നമ്മുടെ മെൻസിനെ ചെക്ക് ചെയ്യുന്നു. എനിക്ക് ഉറപ്പാണ് ഞാൻ എന്റെ QA വിഡ്രോ ചെയ്തു. എന്നിട്ടും എന്റെ ഫുൾ പവർ എടുത്തിട്ട് എനിക്ക് അവനൊന്നും തൊടാൻ പോലും പറ്റിയിട്ടില്ല. എന്നിട്ടും എങ്ങനെയാണ് അവൻ ഇത്ര ഇഞ്ചർ ആയത്? എന്നിട്ട് നമ്മുടെ MC ആണ് ഒരു ഫൗണ്ടൈൻ പോലെ ചോര വെക്കുന്നു. നിങ്ങൾ എന്താ ഈ കുട്ടീനെ ചെയ്തു തന്നെ? എനിക്ക് അറിയില്ല. എന്നിട്ട് രക്തമൊക്കെ ഇതുപോലെ തോന്നുന്നു. ഇതിപ്പം ആര് കണ്ടാലും. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് എന്താ ഇവിടെ സംഭവിക്കുന്നേ? അവിടെ വന്ന യങ് മാസ്റ്റർ ദേഷ്യത്തോട് ചോദിക്കുന്നു, ഇവന്റെ കണ്ടീഷൻ വളരെ സീരിയസ് ആണ്, ഇവനെ പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ MCനെ അവിടെ നിന്ന് എടുത്തോണ്ട് പോകുന്നു. നമ്മുടെ സോംബയാഗ്ലി മനസ്സിൽ ഇതിന് ഒരു ജസ്റ്റിഫിക്കേഷൻ ആർക്കും നൽകാൻ പറ്റില്ല. അവിടെ യങ് മാസ്റ്റർ പറയുന്നു, നിങ്ങൾ സ്വയം ഒരു വലിയ സെറ്റാന്ന് പറയുന്നു, എന്നിട്ട് ഒരു കൊച്ചു കുട്ടിക്ക് നേരെ ഇങ്ങനൊരു ടെക്നിക്ക് ഉപയോഗിക്കുന്നു. ഇത് എന്റെ കണ്ണിന് മുന്നിൽ നടന്ന ഒരു കാര്യം, ഞാനിത് എങ്ങനെ സ്വീകരിക്കണം? ഞാൻ ഇന്ന് നടന്ന ഈ കാര്യം ഒരിക്കലും മറക്കില്ല. യങ് മാസ്റ്റർ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ സ്ഥലം വിട്ടു പോകുക. ഇത് കേട്ട് ഞെട്ടി സോംബയാഗ്ലി. അപ്പോൾ അവിടേക്ക് എന്താ ഇവിടെ പ്രശ്നം, എന്താ ഇവിടെ സംഭവിക്കുന്നത്? അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ എൽഡർ ഒന്ന് ഞെട്ടിയിട്ട്, ഈ മണ്ടൻ യങ് മാസ്റ്റർ ഇത് ഒരു ആക്സിഡന്റ് ആണെന്ന്. ആക്സിഡന്റോ? നീ എന്താ പറഞ്ഞേ? ഇതൊരു ആക്സിഡന്റ്. അച്ഛനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇപ്പോൾ മരിക്കാറായി കിടക്കുന്നു നിങ്ങളുടെ ഡിസിപ്പിൾസ് കാരണം. എന്നിട്ട് നിങ്ങൾ പറയുന്നു ഇത് ആക്സിഡന്റ്. യങ് മാസ്റ്റർ, ഇതെല്ലാം മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഞാൻ അവന് നേരെ അത്ര വലിയ ഫോഴ്സ് ഉപയോഗിച്ചില്ലായിരുന്നു. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള. ഇവിടെ നോക്ക്, നീ അവന് നേരെ ഫോഴ്സ് ഉപയോഗിച്ചത് മാത്രമല്ല ഇവിടെ പ്രശ്നം. ആദ്യം മോൺഹോ സൈറ്റ് ഡിസിപ്പിൾസിനെ എന്തിനാണ് അറ്റാക്ക് ചെയ്തത്?
അത് പിന്നെ സോർഡ് ഡുവൽ ഞാൻ കേട്ടതനുസരിച്ച് ഒരേ സ്ട്രെങ്ത് ഉള്ളവർ തമ്മിലാണ്. എന്നിട്ടും നിങ്ങൾ ആ കുട്ടീനെ അറ്റാക്ക് ചെയ്തു. എനിക്ക് നിങ്ങളോട് വേറൊന്നും പറയാനില്ല. നിങ്ങളുടെ ഡിസിപ്ലിനെയും കൂട്ടി ഈ സ്ഥലം പെട്ടെന്ന് തന്നെ വിട്ടു പോവുക. എൻഹോ മർച്ചന്റ് ഗിൽഡിന്റെ ആക്ടിംഗ് മാസ്റ്റർ എന്ന നിലയിൽ ഞാൻ പറയുന്നു. ഇത് കേട്ടിട്ട് നമ്മുടെ എൽഡർ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഞങ്ങൾ ചെയ്യാം. എന്നിട്ട് ദേഷ്യത്തോടെ യങ് മാസ്റ്റർ ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് സോംബിയാഗ്ലി എൽഡർ ഇപ്പോൾ എൽഡർ പറയുന്നു, ഞാൻ വീട് കൂടെ ടെമ്പിളിലേക്ക് പോകുന്നു. എന്നിട്ട് നീ ഇതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് ഇവിടെ താമസിച്ച് യങ് മാസ്റ്റർ നിന്നോട് ക്ഷമിക്കണം. എന്നാലേ ടെമ്പിളിലേക്ക് തിരിച്ചു വരാവുള്ളൂ. മനസ്സിലായില്ലേ? ഇതെല്ലാം സോംബിയാഗ്ലി കേട്ടിട്ട് ദേഷ്യത്തോടെ അടുത്തത് കാണിക്കുന്നത് നമ്മുടെ എംസിനെയാണ്. അവിടെ നമ്മുടെ യങ് മാസ്റ്ററും ഡോക്ടർ ഇരിപ്പുണ്ട്. ഡോക്ടർ പറയുന്നു, ഇവന്റെ QI വെയിൻസ് പൂർണ്ണമായി തകർന്നിരിക്കുന്നു. ചികിത്സ ചെയ്തു. ജീവൻ ഇപ്പോൾ അപകടത്തിലില്ല. പക്ഷേ പൂർണ്ണ സൗഖ്യം ഉറപ്പ് നൽകാനാകില്ല. ബോധം തിരിച്ചു കിട്ടാൻ ചുരുങ്ങിയത് 2-3 ദിവസം വേണ്ടി വന്നേക്കും. അതൊരു ആശ്വാസമാണ്. ബോധം തിരിച്ചു കിട്ടുന്നത് വരെ മോശമാകാതിരുന്നാൽ മതിയായിരുന്നു. ഈ കുട്ടി മാത്രമാണ് അച്ഛന്റെ കണ്ടീഷൻ ഇംപ്രൂവ് ആക്കിയത്. ഇവൻ മാത്രമായിരിക്കും അച്ഛനെ രക്ഷിക്കാനുള്ള ഒരേ ഒരു ഹോപ്പ്. അങ്ങനെ ഒരു കുട്ടീനെ ആ സദൈനൈറ്റ് സെറ്റുകാർ അറ്റാക്ക് ചെയ്തു. മർച്ചന്റ് ഗിൽഡിനോട് കുറച്ചെങ്കിലും റെസ്പെക്ട് ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. ഈ സദൈനൈറ്റ് സെറ്റ് ഒരുപാട് അഹങ്കാരികളായിരിക്കുന്നു. യങ് മാസ്റ്റർ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കുട്ടിക്ക് മാസ്റ്ററിനെ ക്യൂർ ചെയ്യാൻ പറ്റുമെന്ന്? എനിക്ക് ഇപ്പോഴും ഇവനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. കുറെ പ്രമുഖരായ ഡോക്ടേഴ്സിന് പോലും എന്റെ അച്ഛന്റെ അസുഖത്തെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഇവൻ അതിന്റെ ആ സിംറ്റംസ് മൊത്തം പറയുക കൂടാതെ തന്നെ എന്റെ അച്ഛന്റെ കണ്ടീഷൻ കുറച്ച് ഇംപ്രൂവ് ആക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ ഇവനെ ട്രസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ യങ് ഡിസിപ്ലിന്റെ റിക്കവറി ഫാസ്റ്റ് ആക്കണം. ശരി യങ് മാസ്റ്റർ. ഇത് കാണിക്കുന്ന രാത്രിയിൽ മുഖമൊക്കെ മൂടി ഒരാൾ നമ്മുടെ എംസിന്റെ അടുത്തേക്ക് എത്തുന്നു. എന്നിട്ട് അയാൾ പറയുന്നു, നിന്നോട് ഒരു ദേഷ്യവും ഇല്ല. ഇത് എന്റെ വഴി മുടക്കിയതിന്റെ ഒരു പ്രതിഫലം മാത്രമാണ്. ഇതും പറഞ്ഞിട്ട് നമ്മുടെ എംസിനെയാണ് അയാൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. പക്ഷെ പെട്ടെന്നാണെങ്കിൽ എംസി ആണെങ്കിൽ അത് ഡോജ് ചെയ്യുന്നു. എംസി ആണ് ചിരിച്ചുകൊണ്ട് പുള്ളിയുടെ കയ്യെ കയറി പിടിച്ചിട്ട് ഓടിവേക്ക് ഇതും പറഞ്ഞ് അവനാണ് വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. എംസി ആണെങ്കിൽ അവന്റെ മേളിലേക്ക് ചാടി അവിടേക്ക് മാറിപ്പോകുന്നു. എന്നിട്ട് എനിമിയാണ് വീണ്ടും എംസിനെ അറ്റാക്ക് ചെയ്യുന്നു. എംസി ആണെങ്കിൽ അത് ഡോഡ്ജ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ മേലെ മണ്ടയിലേക്ക് ചാടി. നിന്നെ കിട്ടി, ഇനി വായിൽ ഡോഡ്ജ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. പക്ഷെ എംസി ആണെങ്കിൽ ആ QI കൊണ്ടുള്ള അറ്റാക്ക് ആണെങ്കിൽ കാലുകൊണ്ട് തട്ടി അപ്പുറത്തേക്ക് തട്ടി വിടുന്നു. ഇത് കണ്ട് ഞെട്ടി എനിമി. അവിടെ നമ്മുടെ എംസി ചിരിച്ചുകൊണ്ട് പറയുന്നു, നീ ഒരു കാര്യം തെറ്റിദ്ധരിച്ചു. അവിടേക്ക് പെട്ടെന്നാണ് നമ്മുടെ യങ് മാസ്റ്ററും കൂട്ടരും വരുന്നു. എംസി, ഇവിടെ പെട്ടത് ഞാനല്ല, നീയാണ്. യങ് മാസ്റ്റർ, ഇവിടെ നീ എന്താണ് ചെയ്യുന്നത്? യങ് മാസ്റ്റർ, ഞാൻ പറഞ്ഞില്ലേ അവൻ ഇറങ്ങി വരുമെന്ന്. നീ പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസമായില്ല. പക്ഷെ കാര്യങ്ങളെല്ലാം നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എനിക്ക് വേറൊന്നും പറയാനില്ല. ജനറൽ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ജനറൽ, എന്തുകൊണ്ടാണ് നീ എന്നെ സംശയിച്ചത്? ഞാൻ സംശയിച്ചില്ല. എന്ത്? ഞാൻ ആരും ഇതുവരെയായിട്ട് ഒന്നും സംശയിച്ചില്ല. ഞാൻ സിമ്പിളായിട്ട് ആലോചിച്ചു, എനിക്ക് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഇതിന് പിന്നിലുള്ള ആൾ ഉറപ്പായിട്ട് എന്നെ കൊല്ലാൻ വരുമെന്ന്. അപ്പം ഞാൻ വന്നില്ലായിരുന്നെങ്കിലോ? നിനക്ക് വേറെ വഴിയില്ല. എന്നെ കൊന്നു കഴിഞ്ഞാൽ നിനക്ക് ആ വഴി മൊത്തമാണെങ്കിൽ സദൈനൈറ്റ് സെറ്റിന്റെ തലയിലേക്ക് വെക്കാം. നീ എങ്ങനെയാണ് ആ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യുന്നത്? അപ്പൊ നീ ഇത് സദൈനൈറ്റ് സെറ്റിന്റെ ഒപ്പം ചേർന്ന് ഇത് പ്ലാൻ ചെയ്തല്ലേ? ഒരിക്കലും ഇല്ല, ഇത് ചുമ്മാ ഒരു ഡിവലായിരുന്നു. അപ്പം നിന്റെ ഇഞ്ചുറീസോ? ഡോക്ടർ പറഞ്ഞു നിന്റെ ഇഞ്ചുറി കാരണം നിനക്ക് ബോധം നഷ്ടപ്പെട്ടു എന്നാണ്. നീ എന്താണ് ചോദിക്കുന്നത്? ഒരു ഡോക്ടറിനെ പോലും പറ്റിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇതിന് പുറപ്പെടും. എനിക്ക് നിന്നോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്, പക്ഷെ അത് ഇവിടെ വെച്ചല്ല. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നീ ട്രാപ്പിൽ കുടുങ്ങിയതാണ്. ഇപ്പോൾ എൽഡർ വാങ്ങിനെ പോയിസൺ ചെയ്തത് ആരാന്ന് മനസ്സിലായി. പുള്ളിയുടെ ചിരി കണ്ടിട്ട് എല്ലാവരും ഒന്ന് കൺഫ്യൂഷനായി. പക്ഷെ നമ്മുടെ ജനറൽ ആണെങ്കിൽ അപ്പൊ പൊട്ടിച്ചിരിക്കുന്നു. ഇത് കണ്ടിട്ട് എല്ലാവരും ഒന്ന് കൺഫ്യൂഷൻ ആയിട്ടിരിക്കുക. നിന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ട് എൽഡർ വാങ്ങിനെ അറ്റാക്ക് ചെയ്ത് ഞാനാണെന്ന് ഉറപ്പ്. യങ് മാസ്റ്റർ, ഇത് ഒരിക്കലും വിശ്വസിക്കല്ലേ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം നിങ്ങൾ മറന്നു. ഏറ്റവും ഇമ്പോർട്ടന്റോ, മാസ്റ്ററിനെ കൊല്ലാൻ നോക്കുന്നത്. എന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന മാസ്റ്ററിനെ എനിക്ക് എങ്ങനെയാണ് കൊല്ലാൻ സാധിക്കുന്നത്? അപ്പം യങ് മാസ്റ്റർ, അങ്ങനെയാണെങ്കിൽ നീ എന്തിനാണ് യങ് ഡിസിപ്ലിനെ കൊല്ലാൻ ശ്രമിച്ചത്? എന്റെ ഒപ്പം നീ ഒരു മാർഷൽ ആർട്ടാണെന്ന് എന്തിനാ ഒളിപ്പിച്ചു വെച്ചത്? ആ കുട്ടി നിങ്ങളെ പറ്റിക്കുകയാണ്. പ്രശസ്തമായ ഡോക്ടേഴ്സിന് പോലും പറ്റുന്നില്ല, പിന്നെ അവൻ എങ്ങനെയാണ് സാധിക്കാൻ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾ ഇത് കേൾക്കുവോ? പറ്റിക്കപ്പെട്ട ഒരാൾ മറ്റുള്ളവരുടെ വാക്ക് ഒരിക്കലും കേൾക്കില്ല. അപ്പം ഇവനെ കൊല്ലുക മാത്രമായിരുന്നു ഒരേ ഒരു വഴി. അതുവഴി മാസ്റ്ററിനെ ക്യൂർ ചെയ്യാനുള്ള വഴികൾ തേടി ബ്ലാ 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 ബ്ലാ. ഇനി എത്ര നേരം നിന്റെ ഈ എക്സ്ക്യൂസ് അല്ലേ ഞങ്ങൾ കേട്ടിരിക്കണ്ടേ? എന്ത്? ഞാൻ നിന്നെ കുറച്ചൊന്നും തല്ലും, എന്നിട്ട് നടത്താം. ഇതും പറഞ്ഞ നമ്മുടെ എംസി ആണെങ്കിൽ അയാളെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. അയാളും തിരിച്ച് കൗണ്ടർ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എംസി ആണെങ്കിൽ ഇഞ്ചുർ ആവുന്നുണ്ട്. പുള്ളിയുടെ കൈ ആണെങ്കിൽ മറ്റേ മാസ്റ്ററിനെ പോലെ തന്നെ ചുമന്ന് വരുന്നു. എല്ലാരും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇതിന്റെ പേരാണ് റെഡ് ഡീമൺ ഹാൻഡ്. ഒരു ഹൈ ലെവൽ റെഡ് ഡീമൺ ഹാൻഡുമായിട്ട് അഫക്റ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ എൻറ്റയർ ബോഡി ഡാർക്ക് റെഡ് ആകും. പിന്നെ 10 ദിവസം കൊണ്ട് നിങ്ങൾ മരിക്കും. ഉറപ്പായിട്ടും ഇതൊരു ഹൈ ലെവൽ അല്ല, ഒരു മനുഷ്യനെ കൊല്ലാനും പറ്റില്ല. പക്ഷെ ഇതൊരു മാർഷൽ ആർട്ട് പ്രാക്ടീസ് ചെയ്യാത്ത ഒരു വയസ്സായ ആളാണെങ്കിൽ വളരെ ഈസി ആകും. ഇനിയും പറ, നിങ്ങളല്ലാതെ വേറെ ആർക്കെങ്കിലും എൽഡർ വാങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ വിശ്വസിക്കാം നിങ്ങൾ ഇന്നസെന്റ് ആണ്. എല്ലാവരും ജനറലിനെ പിടിക്കുക. റെസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവനെ കൊല്ലാം. ഞാൻ വളരെ അടുത്തായിരുന്നു. ആ ചെക്കൻ മാത്രം ഇല്ലായിരുന്നെങ്കിൽ. അടുത്ത കണക്കിൽ നമ്മുടെ സോംബിയാഗ്ലി അവിടെ ഒരു സ്റ്റേറ്റ് ഇരിക്കുന്നതാണ്. അവൻ പഴയ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് പുള്ളി
അത് ഒരു ഓർഡറിനേക്കാൾ ഉപരി ഒരു പണിഷ്മെന്റ് ആണ് എനിക്ക് തന്നേക്കുന്നത്. ഈ അവിടുത്തെ ആ ബഹളം എല്ലാം സോമയാഗിലി ശ്രദ്ധിക്കുന്നു. അടുത്തത് നമ്മുടെ MC-നെ കാണിക്കുന്നു. നീ ആരെ ചെക്കെന്ന് വിളിക്കുന്നത്? എന്തായാലും ഇപ്പോഴെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. നിനക്ക് നിന്റേതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതെല്ലാം നിനക്ക് കുറച്ച് കഴിഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷെ ഇപ്പം നിന്നെ തല്ലി ശരിയാക്കി ഇത് പെട്ടെന്ന് തന്നെ തീർക്കണം. ഞാൻ കുറച്ച് ടയേർഡാണ്. എന്നെ തല്ലി ശരിയാക്കാനോ? നീയോ അഹങ്കാരി ചെക്കൻ? റെഡ് ഡീമൺ ഹാൻഡ് ഫുൾ പവർ ഉപയോഗിക്കുന്ന എന്നെ നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നാണോ നീ പറയുന്നത്? അല്ല, ഞാൻ എന്നെ കുറിച്ചല്ല പറഞ്ഞേ. ദേ വരുന്നു അന്നും പറഞ്ഞ് നമ്മുടെ MC പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പം അവിടെ ഹീറോ ഫ്രം സദേൺ സെറ്റ് നമ്മുടെ ഡീമനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി തന്നെയായിട്ട് വന്നേക്കുന്നു. നീ ഞങ്ങളെ രക്ഷിക്കാനല്ല വന്നേക്കുന്നേ. സോംബാഗിലി ആണെങ്കിൽ ഇത് ഞെട്ടിയിട്ട് ഞാനോ? എന്തിന് ഞാൻ? നമ്മുടെ MC ആണെങ്കിൽ മുഖം കൊണ്ട് എക്സ്പ്രഷൻ ഇട്ട് നമ്മുടെ യങ് മാസ്റ്ററിനെ ചൂണ്ടിക്കാണിക്കുന്നു. സോംബാഗിലി ആണെങ്കിൽ അപ്പൊ തന്നെ കാര്യം പിടികിട്ടി. ഇത് എന്റെ മിസ്റ്റേക്കിനുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പരിഹാരമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഈ ഓപ്പർച്യൂണിറ്റി എടുക്കും. യോ ഡീമൻ, നീ സദേൺ സെറ്റിന്റെ ബ്ലേഡ് കൊണ്ട് ഉറപ്പായും ഡിഫീറ്റ് ആവും. ഇതെല്ലാം നമ്മുടെ MC ആണ് നോക്കി നിൽക്കുന്നത്. നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ആക്കി, പക്ഷെ ഇത് തീർന്നിട്ടില്ല. ഒത്തിരി സമയം എടുക്കില്ല. ഇത് ഒരു പ്രമുഖ സെറ്റിലെ ഡിസിപ്ലിൻ മാർഷൽ ആർട്ട് ഡീപ്പായിട്ട് ലെയിൻ ചെയ്യാതെ ഒരുത്തിനായിട്ട് തോന്നുന്നില്ല. ഡീപ്പായിട്ട് ലെയിൻ ചെയ്തില്ലെന്നോ? പക്ഷെ അവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ കുറച്ചു മുമ്പ് കാണിച്ചു തന്നില്ലേ? അത് ഞാൻ കള്ളം പറഞ്ഞതല്ല. അവന് ആ സത്യമാണ്. അവന് റെഡ് ഡീമൺ ഹാൻഡ് യൂസ് ചെയ്യാൻ അറിയാം. അവന് ഭാവിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് കാര്യങ്ങൾ കുറച്ച് ഞാൻ പെരിപ്പിച്ച് പറഞ്ഞത്. നീ ശരിക്കും ഒരു ടോസ്റ്റ് ആണോ യങ് ഡിസിബിൾ? ഉറപ്പായിട്ടും. സത്യത്തിൽ ലോകത്തിലെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയ ടോസ്റ്റ് ഞാനാണ്.